എം.കെ. സ്റ്റാലിൻ ട്രിച്ചി ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഒഴിഞ്ഞ മണ്ഡലമാണ് ട്രിച്ചി ഈസ്റ്റ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. സ്റ്റാലിൻ ഉടൻ തന്നെ സഭയിലേക്ക് തിരിച്ചെത്തുമെന്ന മുതിർന്ന DMK നേതാവ് KN നെഹ്റു പറഞ്ഞിരുന്നു. സുജിത് ചന്ദ്രൻ ചേരുന്നു. സുജിത്ത്, കൊളത്തൂർ മണ്ഡലത്തിലാണ് പരാജയപ്പെട്ടത്. മുൻ DMK നേതാവും പിന്നീട് TVK-യിലെത്തിയുമായ ആളോട് ആയിരുന്നു പരാജയം ഏറ്റുവാങ്ങിയിരുന്നത്. നിലവിൽ ട്രിച്ചിയിൽ നിന്ന് മത്സരിച്ച് സഭയിലേക്ക് എത്താം എന്നുള്ള ആലോചനകളാണല്ലോ ഉള്ളത്. ശ്യാമലി, പാർട്ടിക്കുള്ളിലും പുറത്തും DMK-യിൽ അത്തരമൊരു ആലോചന കഴിഞ്ഞ ഒരു മാസമായി തന്നെയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ ഈ ആലോചന, ഈ ഒരു വർത്തമാനം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വളരെ സജീവമാണ്. ഈ ഒരു അഭ്യൂഹം വളരെ ശക്തമായി അവിടെ നിലനിൽക്കുകയാണ്. സ്റ്റാലിൻ ഇതിന് സമ്മതം മൂളിയിട്ടുണ്ടോ, DMK ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഏതായാലും ഇപ്പോൾ അറിയില്ല. ശ്യാമലി ഇപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റാലിൻ മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിയായിരുന്ന KN നെഹ്റു കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കളെ, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു യോഗത്തിൽ M.K. സ്റ്റാലിൻ ഉടൻ തന്നെ നിയമസഭയിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഇവൻ്റ് ഈ ട്രിച്ചി ഈസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ട്രിച്ചി ഈസ്റ്റിലും അതേപോലെ പെരമ്പൂരിലുമായിരുന്നു മത്സരിച്ചത് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. അതിൽ പെരമ്പൂർ നിലനിർത്തിക്കൊണ്ട് ട്രിച്ചി ഈസ്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു. കൊളത്തൂരിൽ മത്സരിച്ച സ്റ്റാലിൻ പരാജയപ്പെടുകയും ചെയ്തു. പരാജയത്തിന് ശേഷവും ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, എങ്കിലും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സഭയ്ക്ക് പുറത്ത് DMK-യുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് സ്റ്റാലിൻ, ശക്തമായി മുന്നോട്ട് നയിക്കുകയാണ്. ഇതിനിടയിലുണ്ടായൊരു രാഷ്ട്രീയ സംഭവ വികാസം, ട്രിച്ചി ഈസ്റ്റിലെ DMK ഘടകം അവിടെ യോഗം ചേർന്ന് സ്റ്റാലിൻ ഇവിടെ മത്സരിച്ച് സഭയിലെത്തണമെന്ന് ഏതാണ്ട് 3 ആഴ്ച മുമ്പ് ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു. അതിനോട് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുകയോ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും ഇതിൽ അഭിപ്രായം പറയുകയോ ചെയ്തിരുന്നില്ലെങ്കിലും ഇപ്പോൾ KN നെഹ്റു പറഞ്ഞ ഈ അഭിപ്രായത്തിന് പിന്നാലെയാണ് വലിയ ഈ ഒരു രാഷ്ട്രീയ അഭ്യൂഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ ചർച്ചയാണ്. ഏതായാലും ട്രിച്ചി ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് ഉടനെ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാലിൻ അവിടെ മത്സരിക്കാനുള്ള, കളമൊരുക്കാനുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ പരിസരമൊരുക്കുകയാണോ ഇപ്പോഴത്തെ ഈ അഭ്യൂഹം, രാഷ്ട്രീയ അഭ്യൂഹം എന്ന കാര്യം നമുക്കറിയില്ല. ഏതായാലും നേരത്തെ പെരുമാവളവനോട് മത്സരിക്കുമെന്ന തരത്തിലൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ VC-ക്ക് പുറത്തുനിന്നേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ TVK സർക്കാരിനെ എന്ന കാര്യം വ്യക്തമായി. പെരുമാവളവനോട് മത്സരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പകരം ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വലുതായി നിലനിൽക്കുന്നത്. അതിലേക്ക് സ്റ്റാലിൻ്റെ പേര് ഉയർന്നു വരുന്നു. ശ്യാമിലി. ശരി, സുജിത് ചന്ദ്രൻ, വിവരങ്ങൾ നൽകി.